ഹായ് ഓൾ, വെൽക്കം ടു ഇൻഫിനിറ്റോറ. ഇന്ന് ഞാനൊരു ലെമൺ റൈസ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് ബസ്മതി അരി കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ച് വെള്ളം പോകാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ പരിപ്പും പിന്നെ കുറച്ച് പെപ്പർ കോൺസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലോട്ട് ഞാൻ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുവാണ്. കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ ബദാം ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 2 വറ്റൽമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൂടെ ഇട്ട് കൊടുക്കുവാണ്. രണ്ടും കൂടെ ചതച്ചത് ഒരു 1 ടീസ്പൂൺ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫാണ്. എന്നിട്ട് നമുക്ക് നേരത്തെ വാർത്ത് വെച്ച ബസ്മതി അരി ഉണ്ടല്ലോ, വേവിച്ച് വെച്ച അരി, അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കുന്ന സമയത്ത് ഒരു തടിത്തവി യൂസ് ചെയ്ത് ഇളക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. കാരണം അരി നീണ്ട അരിയുമാണ്. അതുപോലെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. എല്ലാം കുഴഞ്ഞു പോകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമുക്കിനി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 നാരങ്ങയുടെ നീരാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ 2 ടീസ്പൂൺ ഉണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഓഫായിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇന്നേരം ഉപ്പ് കൂടി ഒന്ന് നോക്കി വയ്ക്കണം. ഇൻ കേസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുവാണേ. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.